ചെറുപുഴയിൽ തെരുവ് നായ്ക്കളുടെ അക്രമത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. പാണ്ടിക്കടവിൽ കൃഷിയിടങ്ങൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന രാജഗിരി സ്വദേശി കുറ്റ്യാത്ത് പീറ്റർ ജോസഫ്, പാണ്ടിക്കടവിൽ താമസിക്കുന്ന ബീഹാർ സ്വദേശി സന്തോഷ് കുമാർ പാണ്ഡെ എന്നിവർക്കാണ് കടിയേറ്റത്. പീറ്ററിനെ രാവിലെ കൃഷിയിടത്തിന് സമീപത്തെ ഷെഡിനുള്ളിൽ വെച്ചാണ് തെരുവ് നായ ആക്രമിച്ചത്. സന്തോഷ് കുമാറിന് നടന്നു പോകുമ്പോഴാണ് കടിയേറ്റത്. കടിയേറ്റവർ ആദ്യം പെരിങ്ങോം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടി. അവിടെ അടുപ്പിച്ച് ചികിത്സിച്ചു. ഒരു 6 മണി അശിയാകുന്നേ ഉള്ളൂ. അപ്പോൾ അരി അടുപ്പത്തിട്ടേക്കാന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് ഞാൻ നല്ല തണുപ്പാണല്ലോ, ഒരു 5 മിനിറ്റ് കഴിയട്ടെ ഇതെല്ലാം പറഞ്ഞാൽ കസേരയുടെ കയ്യിൽ ഇങ്ങനെ കയ്യും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ തീ കത്തി വരുന്നുകൊണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ കയ്യാലാരോ കയറി പിടിക്കുന്നുണ്ട്. ആരെല്ലാം ഞാൻ ചോദിച്ചു. അപ്പോൾ ഈ ആരോ സുഹൃത്തുക്കൾ വന്ന് കയ്യെ പിടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ പട്ടിയൊന്നും കാണുന്നില്ല. നോക്കിയപ്പം പിടിച്ച് വലിച്ചു, കസേര അടക്കം മറിഞ്ഞു നോക്കിയപ്പോഴാണ് പട്ടി. ഞാൻ പട്ടിയെ കയറി പിടിച്ചു, പട്ടിയെ കടിച്ചു കയറി പിടിച്ചു ശരിക്കും പിടുത്തം കിട്ടിയില്ല. എന്നാലും തന്നെ ഈ വലിച്ചിട്ടാണ് ഇത്രയും മുറിവുണ്ടായത്. ഈ കടിച്ചു പിടിച്ചത് വലിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ചുവപ്പ് കളർ കൂടിയിട്ട് എന്തോ ഒരു പട്ടി ഇതിലെ വിട്ടു പോകുന്നുണ്ട്. എങ്ങോട്ട് പോയിന്നോ, ഇരുട്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ചിന്തിച്ചു, നമ്മൾ ഇത് മനസ്സിലിട്ട് ആലോചിച്ച് സംഭവം വന്നപ്പോഴത്തേക്കും പട്ടിയുടെ ഒഴുകി പോയി. എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമ്മൾ പെരിങ്ങോത്ത് ആശുപത്രിയിൽ പോയാൽ മതി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഹിന്ദിക്കാരനെ പാലത്തെ വെച്ച് പട്ടി അടിച്ചു എന്ന് പറഞ്ഞാൽ അതേ സ്ഥലത്ത് ഞാൻ പെരിങ്ങോത്തിരുന്ന് ഇവനും വരുന്നുണ്ട്. അവനും പറഞ്ഞ് ഞാൻ നടന്നു പോകുമായിരുന്നു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി. അപ്പോൾ പുറകിൽ നിന്ന് കടിച്ചതാണ്. ഏകദേശം അടയാളമൊക്കെ പറഞ്ഞപ്പോൾ അതും ഈ പട്ടിയായിട്ട് ഏകദേശം സെയിമാണ്. അവർ പറഞ്ഞ സംഗതി ഇത് പറ്റില്ല, അത് പരിഹാരം പോകണം, അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ അവിടെയാണ് എടുക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും ഒരു 10-18 ഇഞ്ചക്ഷൻ എല്ലാ മുറിവിലും കുത്തി വെക്കണം. അതൊരു നല്ല സുഖമുള്ള പരിപാടിയാണ്. ഇത് ഏതാ പട്ടിയെന്നോ ഇപ്പോൾ കുറുക്കൻ ഒരാളെ കടിച്ചു എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു കേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആരെ വിളിച്ചില്ലേ, ഇവിടെ മഞ്ഞക്കാടുകളുടെ ഒരു കുറുക്കൻ ഒരു ചേട്ടനെ കടിച്ചിട്ടുണ്ട് കാലിൻ്റെ തോട. ഇതെന്ന് വെച്ചാൽ സംഭവം പഞ്ചായത്താണേലും അല്ലെങ്കിൽ ആരോ സർക്കാരാണേലും ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം വേണം. വീട്ടിനകത്ത് കയറി പട്ടി അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിനെ ഇവർ പഞ്ചായത്തുകാർ സംരക്ഷിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ നഷ്ടം. ഇപ്പോൾ നമുക്ക് നടക്കത്ത് പോലും ഇല്ല. 2 കാലിന് ഇഞ്ചക്ഷൻ, കൈക്ക് വേദന, കൈക്ക് നീരുമായി. നമ്മൾ ഇത്രയും പച്ചക്കറി കിട്ടി പണിയെടുക്കുന്നിടത്ത് നനയ്ക്കാൻ ഒരാളെ കൂട്ടിയാൽ ഇത് മുതലാകുകയാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ രാവിലെ വരെ ഇപ്പം ഭാര്യ അടുത്ത് വെച്ചോളൂന്ന് വരെ തീരുപിടിയിരിക്കുന്നതാണ്. പോകാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാക്കണം. ഇപ്പോൾ പൂച്ചാനെ വളർത്തിയാൽ മതി എന്ന് കോടതി പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് പൂച്ചാനെ വളർത്തലൊന്നും നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞ അവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്ന് പഞ്ചായത്ത് അധികൃതർ തീരുമാനിക്കണം. ഒന്നേ പട്ടിയെ കൊല്ലാൻ നമ്മളോട് പറഞ്ഞു, എല്ലാത്തിനും കൊല്ലും. അതായത് അറിഞ്ഞു നടക്കുന്ന എല്ലാ പട്ടിനെയും കൊല്ലുക, ഇല്ലെങ്കിൽ ഇവർ പിടിച്ചുകൊണ്ട് സംരക്ഷിക്കുക. മലയോര മേഖലയിൽ ചെറുപുഴയുടെ മണ്ണിൽ പ്രിന്റിംഗ് മികവുമായി നിറസാന്നിധ്യമായി 8ാം വർഷത്തിലേക്ക് സിനായി പ്രിന്റേഴ്സ് ആൻഡ് സ്റ്റേഷനറി. ഓഫ്സെറ്റ് പ്രിന്റിംഗ്, ഡിജിറ്റൽ പ്രിന്റിംഗ്, ബാനർ പ്രിന്റിംഗ് എന്നീ പ്രിന്റിംഗ് മേഖലയിൽ കാലത്തിനൊത്ത അപ്ഡേറ്റുമായി ഏറ്റവും നൂതന മെഷീനറീസുമായി തേരോട്ടം തുടരുന്നു. സിനായി പ്രിന്റേഴ്സ് ID കാർഡ്, വെഡ്ഡിംഗ് കാർഡ്, മഗ് പ്രിന്റിംഗ്, ഫോട്ടോ ഫ്രെയിം എന്നിവ നിങ്ങളുടെ കൈകളിലേക്ക് കാലതാമസം കൂടാതെ സിനായി പ്രിന്റേഴ്സ് ഒരുക്കുന്നു. പ്രിന്റിംഗ് ടെക്നോളജിയിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ എന്നും ഒരു മുതൽക്കൂട്ടായി സിനായി പ്രിന്റേഴ്സിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. നാളിതുവരെ തന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി.